എന്താണ് ഹിന്ദുധർമ്മം? ധർമ്മഗ്രന്ഥം ഏത്? ആരാണ് ഹിന്ദു? സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്ത്? അറിവും സാക്ഷാത്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഭാരതത്തിൽ ഉത്ഭവിച്ചതും സെമിറ്റിക് മതങ്ങളുടെ ഗണത്തിൽപ്പെടാത്തതുമായ എല്ലാ മതവും ഭാരതീയ നിരീശ്വരം ഉൾപ്പെടെ എല്ലാം ഹിന്ദുധർമ്മമാണ്. വിരുദ്ധമായ അഭിപ്രായങ്ങളെല്ലാം സത്യത്തിൻ്റെ അംശങ്ങൾ തന്നെ എന്ന് കരുതുന്നത് ഒരു ഹിന്ദു വിചാരധാരയാണ്. ഹിന്ദുമതം എന്നാൽ സനാതനധർമ്മം, സനാതനധർമ്മം എന്നാൽ അദ്വൈത ദർശനം തന്നെ. മതഗ്രന്ഥം ഏത്? വേദം എന്നതാണ് ആ മതഗ്രന്ഥം. വ്യാസൻ വേദത്തെ 4ആയി തരംതിരിച്ച് ഋക്ക്, യജസ്, സാമം, അഥർവം ഇങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പം 4 വേദങ്ങളാണ് മതഗ്രന്ഥങ്ങൾ. ഈ മതഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ ഉദ്ബോധിപ്പിക്കുവാൻ അനവധി കഥകളും ചരിത്ര അംശം കലർന്ന സാഹിത്യങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവെ ഇവയെല്ലാം മതഗ്രന്ഥമായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. രാമായണ മഹാഭാരതാദികളൊന്നും മതഗ്രന്ഥമല്ല. അത് ഇതിഹാസങ്ങളെന്നാണ്. ഇതിഹാസിച്ചു ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതിൽ കഥകളുണ്ടാകാം, ഫിക്ഷനുണ്ടാകാം, യാഥാർത്ഥ്യമുണ്ടാകാം, ചരിത്രാവശിഷ്ടങ്ങൾ എല്ലാം അതിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ വേദ ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതഗ്രന്ഥം എന്ന പേരിൽ അല്ല അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് ഇതിഹാസ പുരാണാദികളെ അധികരിച്ച് ഹിന്ദുധർമ്മത്തെ വിമർശിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതൊന്നും ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളല്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദുധർമ്മത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ അനേക ദേവതകൾ. ഹിന്ദു മതം ഏകദൈവ വിശ്വാസമാണോ എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുമതം ഒരു ഏകദൈവ വിശ്വാസമോ ബഹുദൈവ വിശ്വാസമോ അല്ല എന്നുള്ളതാണ് സത്യം. അയം ആത്മാ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, സർവം ഖലിതം ബ്രഹ്മ, ഇങ്ങനെയുള്ള ആശയങ്ങൾ. ഈ 4 വേദവാക്യങ്ങളുടെയും സാരം ഈ ആത്മാവ് ബ്രഹ്മമാണെന്നുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ വ്യാപിച്ചിരിക്കുന്നവൻ തന്നെ, സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു എന്നാണ്. അതൊരു രൂപമല്ല. രൂപം കൊടുത്ത് ആരാധിക്കുന്നുള്ള മറ്റൊരു കാര്യമാണ്. സത്യം എന്തെന്നാൽ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ സ്ഫുരണങ്ങളാണ്, ആ പരബ്രഹ്മത്തിൻ്റെ സ്ഫുരണങ്ങളാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. നിങ്ങൾ ഈശ്വരനെന്ന് പറഞ്ഞാലും നിരീശ്വരനെന്ന് പറഞ്ഞാലും ഒക്കെ അതിൻ്റെ സ്ഫുരണങ്ങൾ മാത്രമാണ്. അതിനെ അധികരിച്ച് ആ സത്യം വെളിവാക്കുവാൻ വേണ്ടി, അത് ക്രമേണ മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടി അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനവധി സാഹിത്യ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുരാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപനിഷത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഉപനിഷത്തുക്കൾ തത്വവാദന ഗ്രന്ഥങ്ങളാണ്. ആ തത്വവാദനം മഹാഭാരതത്തിലെ എന്ന ഗ്രന്ഥത്തിലെ 18-ാം അധ്യായത്തിൽ ഭഗവത്ഗീത എന്ന പേരിൽ കൊടുത്തിരിക്കുന്നു. അതല്ലാതെ ഭഗവത്ഗീത വേദാന്ത ആശയം, വേദങ്ങളുടെ ആശയമാണ്, വേദാന്ത സാരമാണ് ഭഗവത്ഗീത എന്നുള്ളതല്ലാതെ മഹാഭാരതം ഒരു മതഗ്രന്ഥമേ അല്ല. കൃഷ്ണൻ ഒരു ഈശ്വരനായിട്ട് കണക്കാക്കുന്നവരുണ്ട്, കണക്കാക്കാത്തവരുണ്ട്. ആര്യ സമാജത്തിന് കൃഷ്ണനോ രാമനോ ഈശ്വരനല്ല. മറ്റുള്ളവർ അവർ ഈശ്വരൻ്റെ അവതാരമായിട്ട് കണക്കാക്കുന്നു. സത്യത്തിൽ എത്താൻ വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമാണ് അവ. അവയെ ആധാരമാക്കി ഹിന്ദുമതത്തെ വിമർശിക്കുന്നവർക്ക് അവർക്ക് തെറ്റുപറ്റി. അതൊന്നും ഹിന്ദുമതമല്ല എന്നുള്ളതാണ് വാസ്തവം. വേദം മാത്രമാണ് മതഗ്രന്ഥങ്ങൾ. നിങ്ങൾക്ക് ഹിന്ദുമതത്തെ വിമർശിക്കണമെങ്കിൽ ആ വേദങ്ങളെ വിമർശിക്കണം, വേദസാരത്തെ വിമർശിക്കണം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ
എന്നാണ് വേദസാരം. അത് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞതാണ്. അതുതന്നെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ആധുനിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രസിദ്ധമായ ഒരേ ഒരു ദർശനം സനാതന ഹിന്ദു അദ്വൈത ദർശനം മാത്രമാണ്.